ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പനീർ കീമയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ നമുക്ക് എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാവുന്നൊരു സൈഡ് ഡിഷാണ്. എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ നമുക്ക് പനീർ കീമ തയ്യാറാക്കുന്നതിനുള്ള ഓയിലൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ഏലക്ക, പിന്നെ ജീരകം, കുരുമുളകുമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഈ മൂന്നെണ്ണവും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിലും ഈസി ആയിട്ടും ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതെല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഈ സവാള പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കുന്നതിന് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തക്കാളി ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാനൊരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്കിതൊരു മൂടി വെച്ച് അടച്ച് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നായി കിട്ടും. നന്നായിട്ടെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടുന്ന പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതുകൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, അതിനുശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടിയുമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. ഒരു 2-3 മിനിറ്റിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ പനീർ വേവിച്ചിട്ടില്ല, വേവിക്കാതാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ പനീർ കൂടി വേവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം നമുക്കിതിൽ വേണം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് അതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കീമ ഉണ്ടാക്കുന്നത് കൊണ്ട് നമ്മൾ പനീർ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ തോരനൊക്കെ ഉണ്ടാക്കുമല്ലോ, അതേപോലെ തന്നെ നന്നായിട്ട് ചെറുതായിട്ട് നമുക്ക് പനീറിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ഞാൻ ഇതേപോലെ ആക്കിയെടുക്കണം. പനീർ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തവി കൊണ്ടൊന്ന് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിലേ ആ മസാല എല്ലായിടത്തും ആകത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ഇതേപോലെ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് മതി നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഒരു അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മുടെ പനീർ കീമ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഗാർണിഷ് ചെയ്യുകയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നെക്സ്റ്റ്